السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاذكروني أذكركم واشكروا لي ولا تكفرون. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. صدق الله. ആദരണീയനായ നമ്മുടെ ചീഫ് ഗസ്റ്റ് അബ്ദുൾ റബ്ബ് സാർ അവറുകൾ, കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ ഈ പ്രൗഢഗംഭീരമായ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ, ഹെവൻസ് കൂട്ടുമൂച്ചി മാനേജർ, സ്റ്റേജിൽ ഉപവിഷ്ടരായിക്കൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികൾ, കനകൻ കുഴിക്കാട്ടിൽ, സഫീറ റഫീഖ്, സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് പ്രതിനിധി അബ്ദുസലീം, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റൊരു വിശിഷ്ടാതിഥിയായ ഹക്കീം പുൽപ്പറ്റ ഇവിടെ എത്തിയിട്ടില്ല, തുടങ്ങി സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായിക്കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നല്ലവരായ രക്ഷിതാക്കളെ, സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളെ, ഹെവൻസ് കൂട്ടുമൂച്ചിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നാം ഏവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഭൗതിക വിദ്യാഭ്യാസത്തോടുകൂടെ മതവിദ്യാഭ്യാസം സമന്വയിച്ചുകൊണ്ട് നമ്മുടെ പിഞ്ചു മക്കൾക്ക് അവരുടെ ഭാവിയിലേക്കുള്ള ഒരു കാൽവെപ്പായിട്ടാണ് ഹെവൻസ് സ്ഥാപനങ്ങളെല്ലാം അതിൻ്റെ സിലബസുകളും അതിൻ്റെ അക്കാദമിക്കുകളെല്ലാം ഡിസൈൻ ചെയ്ത് അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഈ പിഞ്ചു മക്കളുടെ സർഗാത്മകമായ കഴിവുകളെ പരിപോഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നിരന്തരമായി നടത്തപ്പെടാറുണ്ട്. നമ്മുടെ ഈ സ്ഥാപനം അതിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഭൗതിക വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കെട്ടകാലത്ത് പോലും നമ്മുടെ മക്കളെ ഒരു മനുഷ്യനാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായി ഒരു കൂട്ടം അധ്യാപകരും വിദ്യാഭ്യാസ പരിഷ്കർത്താക്കൾ എല്ലാവരും കൂടിച്ചേർന്ന് രൂപകൽപ്പന ചെയ്തിട്ടുള്ള അതിമഹത്തരമായ ഒരു സിലബസിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ ഇതുവരെ കുട്ടികൾ അവതരിപ്പിച്ച പല പ്രോഗ്രാമുകളിലും നിങ്ങൾ കണ്ടത്. വെറും ഒരു ഭൗതികപരമായ വിഷയത്തിലൂന്നി അല്ല, മറിച്ച് ഒരു മനുഷ്യനെ അതിൻ്റെ ആത്മസംസ്കരണത്തിന് ഉതകുന്ന രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങളാണ് നാം ഈ കഴിഞ്ഞ കാലം അത്രയും നടത്തി വന്നിട്ടുള്ളത്. നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഒരു മനുഷ്യനെ മനുഷ്യനാക്കാനുള്ള സ്ഥാപനങ്ങളൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ഹെവൻസ് പോലെയുള്ള സ്ഥാപനങ്ങൾ ആ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. കാരണം അറിവ് നേടുക എന്ന് പറയുന്നത്
ഇന്നത്തെ കാലത്ത് വളരെ പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അറിവിനേക്കാൾ മഹത്തരമായ തിരിച്ചറിവ് നേടുക എന്നുള്ളതാണ് കാലഘട്ടവും കാലവും നമ്മളോട് എല്ലാ കാലത്തും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിവിനേക്കാൾ മഹത്തരമായ ഒരു തിരിച്ചറിവ് നേടാൻ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ പറഞ്ഞ പോലെ അഫലാ തദബ്ബറൂൻ അഫലാ തഅക്കിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലയോ എന്ന് സാധാരണക്കാരോട് ദൈവം ചോദിച്ച പോലെ നമ്മളാക്കാൻ മനുഷ്യനാക്കാൻ ഉതകുന്ന രീതിയിലുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളാണ് ഹെവൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ഭൗതിക വിദ്യാഭ്യാസ മണ്ഡലത്തിലും അവരുടെ ബുദ്ധിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിലും അതിനനുസരിച്ചുള്ള ഒരു പാഠ്യ പദ്ധതിയുമാണ് ഇതിൽ ആവിഷ്കരിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അറിവ് നേടുന്നതിൻ്റെ കൂടെ തിരിച്ചറിവും നേടി ഒരു സമൂഹത്തിനും നമ്മുടെ സമുദായത്തിനും ഉപകരിക്കാവുന്ന വിധത്തിൽ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യം. ആ മർമ്മപ്രധാനമായ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം പോലും നമ്മളിങ്ങനെ സംഘടിപ്പിച്ചു കൊണ്ടിട്ടുള്ളത്. കുട്ടികളുടെ സർഗവാസനകളെല്ലാം വളർത്തിയെടുത്ത് അവരെ ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു ഉത്തമ പൗരന്മാരായി വളർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു മർമ്മപ്രധാനമായ ലക്ഷ്യമാണ് നമ്മുടെ ഈ സ്ഥാപനത്തിനുള്ളത്. ഈ സ്ഥാപനത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളുടെ കഴിവും മികവും എല്ലാം ഈ സ്ഥാപനത്തിന് പ്രത്യേകിച്ച് ഈ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കുണ്ടായിട്ടുണ്ട്. ഔപചാരികതയുടെ പേരിലല്ലെങ്കിലും ഈ അവസരത്തിലും നിങ്ങൾ ഓരോരുത്തരെയും ഈ അവസരത്തിൽ ഓർമ്മിക്കപ്പെടുകയാണ്. ഞാൻ എൻ്റെ മർമ്മപ്രധാനമായ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മുഖ്യാതിഥിയായി നമ്മുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ച നമ്മുടെ മുൻ കേരള വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് സാർ അവറുകളെയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ഈ ഹെവൻസിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയും സ്നേഹാദരങ്ങളോടെ അബ്ദുൾ റബ്ബ് സാറെ ഈ വേദിയിലേക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷപീഠം അലങ്കരിക്കുന്നത് നമ്മുടെ മാനേജർ സാറാണ്. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹാദരങ്ങളോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജനപ്രതിനിധികളാണ് നമ്മുടെ ബഹുമാന്യനായ കനകൻ കുഴിക്കാട്ടിൽ വാർഡ് മെമ്പർ. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മറ്റൊരു ജനപ്രതിനിധി സഫീറ റഫീഖ് അവറുകളെയും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ഈ സ്ഥാപനത്തിന് വേണ്ടിയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് പ്രതിനിധി മുഹമ്മദ് സലീം സാഹിബിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഈ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ജാസ്മിൻ അവരുകളെയും സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ഫസീല ടീച്ചറെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ ഏറ്റവും ഈ സ്ഥാപനത്തിൻ്റെ നെടുംതൂണായി നമ്മളെ കൂടെ എല്ലാ പ്രവർത്തനത്തിനും മുന്നിൽ നിന്നും നയിക്കുന്ന നമ്മളെ പ്രിയങ്കരായ നമ്മുടെ രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളെയും നല്ലവരായ ഈ നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷപീഠത്തിന് വേണ്ടി നമ്മുടെ മാനേജർ സാറെ അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അവരെ ഈ മഹത്തായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാന്യനായ PK അബ്ദുൾ റബ്ബ് സാഹിബ്, നമ്മുടെ മുൻകാല വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അദ്ദേഹത്തെ ബഹുമാനപൂർവം ആദരപൂർവം ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. Every meaningful journey needs guidance and vision. I now invite Mr. Abdul Rabb, former Education Minister, to inaugurate today's program.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയങ്കരനായ അധ്യക്ഷൻ, സ്ഥാപനത്തിൻ്റെ മാനേജർ, പഞ്ചായത്ത് മെമ്പർമാരായ കോനാരി ഹസൻ, കനകൻ കുഴിക്കാട്ടിൽ, സഫീറ റഫീഖ്, സ്വാഗതം ആശംസിച്ച സുഹൃത്ത്, മറ്റ് സദസ്സിലും വേദിയിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഹെവൻസ് പ്രീ സ്കൂൾ അതിൻ്റെ വാർഷിക ആഘോഷവും കോൺവക്കേഷൻ പ്രോഗ്രാമുമാണ് ഇന്ന് ഇവിടെ നടത്തുന്നത്. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത ഒരു സ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള വിദ്യാഭ്യാസത്തിന് നമ്മുടെ നാട്ടിൽ സൗകര്യങ്ങളുണ്ട്. നമ്മൾ ഏത് വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഭാവി ജീവിതം ഈ ലോകത്തും നാളെ പരലോകത്തും ശോഭനമാക്കുന്നതിന് വേണ്ടി അവർക്ക് ശക്തമായ ഒരു അടിത്തറ മതപരമായ കാര്യങ്ങളിൽ നൽകുക എന്നതിന് പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നത്. കുട്ടികൾക്ക് മതപരമായ പഠനം നടത്തുന്നതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഭാഷകൾ, ഇംഗ്ലീഷാണെങ്കിലും മലയാളമാണെങ്കിലും അറബിയാണെങ്കിലും അതുപോലെ മറ്റ് വിഷയങ്ങളിലും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള വിജ്ഞാനം അവർക്ക് നൽകുക എന്നുള്ളതാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ ലക്ഷ്യം. മാത്രവുമല്ല, ഈ ചെറിയ പ്രായത്തിൽ മതപരമായ അറിവുകൾ നേടുക എന്നുള്ളത് അവർ ഒരിക്കലും മറക്കാതെ അത് പിന്തുടർന്നുകൊണ്ട് അവരുടെ ഭാവി ജീവിതത്തിൽ മുന്നോട്ട് പോകും. അത്തരം സൗകര്യങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതപരമായ കാര്യങ്ങളിൽ അത്രത്തോളം നമുക്ക് ഒരു ശേഷി അവർക്കുണ്ട്, അല്ലെങ്കിൽ അതനുസരിച്ച് അവർ പിൻപറ്റുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കറിയാം, സാധാരണ രീതിയിലുള്ള മദ്രസകളും സ്കൂളുകളും കോളേജുകളുമെല്ലാം നമുക്കുണ്ടെങ്കിൽ പോലും ഏറ്റവും ചെറിയ പ്രായത്തിൽ ആ കുട്ടികളെ അതിനനുസരിച്ച് പാകപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണ്. ആ പ്രായത്തിൽ 3 വയസ്സെന്ന് പറഞ്ഞാൽ വീടിൻ്റെ 4 ചുമരുകളിനുള്ളിൽ നിന്ന് ആദ്യമായിട്ട് കുട്ടികൾ പുറത്തു വരുന്ന സമയമാണ്. നമുക്ക് പ്രീ സ്കൂള്, മറ്റുള്ള രീതിയിലുള്ള സ്കൂളുകളുണ്ട്, കിൻഡർ ഗാർഡനുകളുണ്ട്, LKG UKGകളുണ്ട്, അങ്ങനെ പല അംഗൻവാടികളുണ്ട്. പല കാര്യങ്ങളും ആ പ്രായക്കാർക്കുണ്ടെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ കുട്ടികൾക്ക് ബേസിക്കായിട്ടുള്ള മതപരമായ ഒരടിത്തറ, നമ്മുടെ സ്വത്വം തീരുമാനിക്കുന്ന, നമ്മുടെ അസ്തിത്വം തീരുമാനിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവ രൂപീകരണം, അതിനുതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ഇത്തരം സ്കൂളുകളിൽ നിന്ന് നൽകുന്നത്. അപ്പോൾ എപ്പോഴും ഏത് കാര്യത്തിലും നമുക്കറിയാം, അപ്പോൾ സ്കൂൾ പഠനം എന്ന് മാത്രമല്ല, ഇപ്പോൾ ഏത് മേഖലയാണെങ്കിലും, ഇപ്പോൾ സ്പോർട്സ് ആണെങ്കിലും ഗെയിംസ് ആണെങ്കിലും അതുപോലെ തന്നെ സാഹിത്യ മേഖലകളാണെങ്കിലും എന്ത് മേഖലകളിലാണെങ്കിലും ഒരു കുട്ടിയെ അതിനെ പരുവപ്പെടുത്തി എടുക്കാൻ പറ്റിയ പ്രായം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പ്രായമാണ്. ഇംഗ്ലീഷിൽ തന്നെ ഒരു ചൊല്ലുള്ളത് ക്യാച്ച് ദം യങ് എന്നാണ്. ചെറുപ്പത്തിലേ പിടിക്കുക എന്നുള്ളതാണ്. ചെറുപ്പത്തിലെ കുട്ടികളെ പിടിച്ച് അവരെ എന്താകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ
അല്ലെങ്കിൽ അവർ നല്ല പൗരന്മാരായി വളരാൻ ഏത് മേഖലയാണോ വേണ്ടത്, ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണോ വേണ്ടത്, അതിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളുടെ ആദ്യഘട്ടമാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ തീർച്ചയായും വളരെയേറെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് സമുദായത്തിൻ്റെ കാര്യങ്ങൾ കൂടി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകളും പഠനങ്ങളും ഒക്കെ ആകുമ്പോൾ തീർച്ചയായും അത് നമ്മളുടെ കുട്ടിക്ക് മതപരമായ ഒരടിത്തറ നൽകാനും അവരുടെ ഭാവി ജീവിതത്തിൽ ആ പഠിച്ച കാര്യങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ അത് എലാബറേറ്റ് ചെയ്ത് സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും, അല്ലെങ്കിൽ ഇന്നത്തെ പുതിയ കാലത്ത് നമുക്കറിയാം എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ കണ്ണിന് മുമ്പിൽ കാണാൻ കഴിയുന്ന സൗകര്യം ഇന്നുണ്ട്. ഇൻ്റർനെറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് ഏത് കാര്യവും നമുക്ക് എവിടെയെങ്കിലും പോയി പഠിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. പക്ഷേ അതൊക്കെ കുറച്ച് പ്രായമാകുമ്പോഴേ കുട്ടികൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറയുമ്പോൾ കുട്ടികൾ അവരുടെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ജ്യേഷ്ഠാനുജന്മാരിൽ നിന്നും സഹോദരിമാരിൽ നിന്നുമൊക്കെ കേട്ടതിന് പുറമെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി അവരാകെ വീട്ടിൻ്റെ പുറത്ത് വരുന്നത് ഇത്തരം ക്ലാസ്സുകളിലേക്കാണ്. അപ്പോൾ അവർക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം, വിജ്ഞാനം, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തിരിച്ചറിവ്, അറിവിനേക്കാൾ വലിയ തിരിച്ചറിവാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. നമ്മൾ ആരാണ്, എന്താണ്, നമ്മളെവിടെ നിന്ന് വന്നു, നമ്മളെങ്ങോട്ട് പോകുന്നു, നമ്മളെങ്ങനെ ജീവിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളിലുള്ള ഏറ്റവും ബേസിക്കായിട്ടുള്ള, പ്രൈമറി ആയിട്ടുള്ള, പ്രഥമവും പ്രധാനവുമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തി വരുന്നത്. ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ഈ ഒരു പരിപാടിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. കുട്ടികളുടെ പരിപാടികളൊക്കെ നടക്കാനിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. ഇനിയും നല്ല നിലയിൽ ഏകദേശം 40-ലധികം കുട്ടികളിവിടെ ഇപ്പോൾ പഠിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും ഈ ഇരിക്കുന്ന രക്ഷിതാക്കളെല്ലാം തന്നെ വളരെയേറെ അവരുടെ കുട്ടികളുടെ പഠന കാര്യത്തിൽ താല്പര്യമുള്ളവരും അതോടൊപ്പം തന്നെ ഇവിടെ നിലയ്ക്കുന്ന വിജ്ഞാനങ്ങൾ അവർക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് ഓരോരുത്തർക്കും സ്വയം ബോധ്യപ്പെടാൻ കഴിയുന്ന രീതിയിൽ ആണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ ആനുവൽ ഡേ കോൺവക്കേഷൻ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. Thank you, sir. To share his thoughts and blessings on this occasion, I invite Mr. N.V. Biran Koya Sahib, Heavens Manager, for the Presidential Address. Alhamdulillah. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin നബിയ്യിനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വജഅൽനാ മിനർ റാഷിദീൻ. മഹത്തായ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ അബ്ദുറബ്ബ് സാഹിബ്, അതുപോലെ സ്വാഗത ഭാഷണം ആശംസിച്ച അലി അക്ബർ സാഹിബ്, കനകൻ കുഴിക്കാട്ടിൽ, സഹീറ റഫീഖ്, അബ്ദുസലീം തുടങ്ങിയ വ്യക്തിത്വങ്ങളെ, പ്രപഞ്ച സൃഷ്ടാവും പ്രപഞ്ച പരിപാലകനുമായ അള്ളാഹുവിൻ്റെ കാരുണ്യ കടാക്ഷങ്ങൾ നമ്മിൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ വിശദമായ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഹെവൻസ് പ്രീ സ്കൂളിനെ സംബന്ധിച്ച് ധാരാളം പരിചയമുള്ള വ്യക്തികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. കൂട്ടുമുച്ചിയുടെ ഹൃദയഭാഗത്ത് കഴിഞ്ഞ 5-8 വർഷമായി വളരെ വിജയകരമായ രീതിയിൽ നടന്നു വരുന്ന ഒരു മഹൽ സ്ഥാപനമാണ് ഹെവൻസ് പ്രീ സ്കൂൾ എന്ന് പറയുന്നത്.
3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ആണ് ഇവിടെ പ്രവേശനം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം 200 സ്ഥാപനങ്ങൾ ഇതുപോലെ ഹെവൻസ് നടത്തി വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ വാർഷിക പരിപാടികൾ നടത്തി വരാറുണ്ട് എന്നുള്ളത് നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതില്ല. അതിൽ പങ്കെടുത്ത് പരിചയമുള്ളവരാണ് നിങ്ങളിൽ അധിക പേരും. വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തട്ടിക്കൂട്ടിയ കലാപരിപാടികളാണ് ഇവിടെ ഇന്ന് അവതരിപ്പിച്ചതും ഇനി അവതരിപ്പിക്കാൻ പോകുന്നതും. നമ്മുടെ പിഞ്ചുമക്കളായ കൊച്ചു കുട്ടികളെ അവർ നടത്തുന്ന, അവരിലെ കലാകാരന്മാരും കലാകാരികളും നടത്തുന്ന കലാപരിപാടികളാണ് ഇവിടെ നടക്കുന്നത് എന്ന നിലക്ക് നിങ്ങളത് പരിഗണിക്കുകയും വിലയിരുത്തുകയും ചെയ്യണമെന്ന ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത, എല്ലാ പരിപാടികളിലും ധാർമ്മികമായ വിശുദ്ധി, നമ്മൾ സദാചാരമായ പരിശുദ്ധി പാലിച്ചുകൊണ്ടാണ് നമ്മളിവിടുത്തെ എല്ലാ പരിപാടികളും. സാധാരണ ക്ലബ്ബുകളൊക്കെ നടത്തുന്ന പരിപാടി പോലെ നമുക്ക് കുറേ ബ്രേക്ക് ഡാൻസും അതുപോലെയുള്ള ആഭാസകരമായ പരിപാടികളൊന്നും നടത്താൻ ഒരു ഖുർആനിക് പ്രീ സ്കൂൾ നടത്തുന്ന പരിപാടി എന്ന നിലക്ക് നമുക്ക് നിർവാഹമില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മുടെ അജണ്ടകൾ ഒന്ന് പ്രത്യേകതയുള്ളതാണ് എന്ന് നിങ്ങൾക്ക് ഇതുവരെ കണ്ട പരിപാടിയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇനി ബാക്കി കാണാനുള്ള പരിപാടിയിലൂടെയും നിങ്ങൾക്കത് മനസ്സിലാകും. വിശുദ്ധ ഖുർആനിനെ സ്നേഹിക്കുന്ന, അതിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്ന മഹത്തായ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിന് രൂപകൽപ്പന നടത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒരു കുടക്കീഴിൽ സമ്മേളിച്ച ഒരു പ്രത്യേക രീതിയിലുള്ള വിദ്യാഭ്യാസ പാക്കേജാണ് നമ്മുടെ ഹെവൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് രക്ഷിതാക്കളായ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ നമ്മൾ സാധാരണ പരിചയമുള്ള രാവിലെ കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കും, അതിനുശേഷം നമ്മൾ സ്കൂളിലേക്കും പറഞ്ഞേക്കും. ആ പഴയ സിസ്റ്റത്തിന് പകരം ഹെവൻസ് സ്കൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് മദ്രസയിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസവും സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസവും പരസ്പരം സമ്മിശ്രമായി സമ്മേളിപ്പിച്ചു കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഹെവൻസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സാധാരണ പറയാറുണ്ടല്ലോ 2 in 1, 2 വിദ്യാഭ്യാസവും ഒരു കുടക്ക് കീഴിൽ എന്നതാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഇത് മറ്റ് സ്കൂളുകൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്തതാണ്. സാധാരണ നഴ്സറി സ്കൂളുകൾ നാട്ടിൻ്റെ നാനാഭാഗത്തും കൂണുപോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയൊന്നും ഈ 2 വിദ്യാഭ്യാസത്തെയും സമ്മേളിപ്പിച്ചു കൊണ്ടുള്ള ഒരു പ്രത്യേക പാക്കേജ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ കരിക്കുലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ ദൂരെ നിന്ന് നിങ്ങൾ നോക്കിക്കാണുന്നതിന് പകരം നിങ്ങൾ അടുത്ത് വരണം. നിങ്ങൾ ഈ സ്ഥാപനത്തെപ്പറ്റി കൂടുതൽ അന്വേഷിക്കണം, പഠിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ചേരാൻ, അവരെ ചേർത്താൻ പറ്റിയ സ്ഥാപനമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണമെന്നുള്ള വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് ഈ സമയത്തുള്ളത്. ഇവിടുന്ന് പഠിച്ച് പുറത്തിറങ്ങിയ 2-3 ബാച്ച് കുട്ടികളുണ്ട്. അവരോട് ചോദിച്ചാൽ അറിയാം എന്താണ് ഹെവൻസ്, എന്താണ് ഹെവൻസിലെ സിലബസ്, എന്തൊക്കെയാണ് അവിടെ പഠിപ്പിച്ചത് എന്നുള്ളത്. ആ കുട്ടികളോട് ചോദിച്ചാലും നിങ്ങൾക്ക് അത്യാവശ്യമുള്ള വിവരങ്ങൾ കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്ന തികച്ചും നൂതനമായ പാഠ്യപദ്ധതിയിലൂടെയാണ് നമ്മൾ ഈ കുരുന്നു കുട്ടികളെ രൂപകൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ചുരുക്കം.
വളരെ വിപുലമായ പരസ്യം ഞങ്ങൾ കൊടുക്കാറില്ല. ഇവിടെ വന്ന് നേരിട്ട് പഠിച്ച കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കന്മാർക്കൊക്കെ നേരിട്ട് അറിയുന്ന യാഥാർത്ഥ്യമായതുകൊണ്ട് ഇതിന് പരസ്യ ഫലകകളുടെ ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുമാനപ്പെട്ട രക്ഷിതാക്കന്മാരോട് പറയാനുള്ളത്, ഇവിടെ നടക്കുന്ന പരിപാടിയുടെ ആദ്യ അവസാനം നിങ്ങൾ ശ്രദ്ധിക്കണം, ശ്രവിക്കണം, നിങ്ങൾ വിലയിരുത്തണം എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ പരിപാടി കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ പോകാവൂ എന്ന് പറയുകയും ഇത്തരം സ്ഥാപനങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വ ആഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മാനേജറുമായ ബീരാൻകോയ സാഹിബ്, നമ്മുടെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാവുമായ അബ്ദുൾ റബ്ബ് സാഹിബ്, ഈ പരിപാടിയുടെ കോർഡിനേറ്റർ അക്ബർ, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് അബ്ദുൽ സലീം ഖാൻ, പിന്നെ വാർഡ് മെമ്പർ സഹീറ, ഈ മാനേജിംഗ് ഡയറക്ടർ ഫാത്തിമ ജാസ്മിൻ, നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഫസീല മാഡം, മറ്റ് വേദിയിലും സദസ്സിലും ഉപേക്ഷരായ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ എവൻസ് സ്കൂളിനെ പറ്റി കൂടുതലൊരു പിക്ചർ എനിക്ക് ഇന്നാണ് ബോധ്യം വന്നത്. കാരണം കലാപരമായാലും കായികപരമായാലും അക്കാഡമിക് പരമായും മതപരമായും എല്ലാം കൂടി കോർത്തിറക്കിയിട്ട് ഒരു ബഹുമുഖ പ്രതിഭാശാലിയിലൂടെ കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിന് കുട്ടികളെ ഏകദേശം ഒരു ഏജ് ആയിക്കഴിഞ്ഞാൽ എല്ലാ ഇപ്പോൾ ഉദാഹരണമായിട്ട് വെർസറ്റൈൽ ജീനിയസ് എന്ന് പറയില്ല നമ്മൾ, ആ രീതിയിലേക്ക് വാർത്തെടുക്കാൻ കഴിയുന്ന കുട്ടികളെ ആ രീതിയിലേക്കാണ് ഈ കുട്ടികളുടെ വളർച്ച എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു. മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ ഈ വാർഡ് മെമ്പർ എന്ന നിലയിലും ഈ പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിറ്റി ചെയർമാൻ എന്ന നിലയിലും ഈ വിദ്യാഭ്യാസത്തിന് ഞങ്ങളെ പഞ്ചായത്തിൽ നിന്ന് എല്ലാവിധ സഹായങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. മറ്റ് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷ, സ്വാഗതം പറഞ്ഞ കോർഡിനേറ്റർ അലി അക്ബർ, സ്കൂൾ മാനേജർ വീരാങ്കോയ, ഉദ്ഘാടനം ചെയ്ത അബ്ദുൾ റബ്ബ് മുൻ വിദ്യാഭ്യാസ മന്ത്രി, ആശംസ അറിയിച്ച കനകൻ കുഴിക്കാട്ടിൽ, അബ്ദുൽ ലത്തീഫ്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഈ ഇംഗ്ലീഷ് മീഡിയം ഹെവൻസ് ഇംഗ്ലീഷ് മീഡിയം പ്രീ സ്കൂളിനെ പറ്റിയിട്ട് അധികമൊന്നും അറിയില്ലായിരുന്നു. കനകേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയതും. ഇത്രയധികം 60-65 മക്കളായിട്ട് ഇവിടെ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ മാനേജർ, കാരണം അവർക്കുള്ളൊരു ബേസ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് ഇത്. കാരണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞത് മതവിദ്യാഭ്യാസം വളരെ കുറവാണ്. അപ്പോൾ ഈ 3-4 വയസ്സുള്ള മക്കൾ ഇവിടുന്ന് ഇപ്പോൾ ഇന്ന് അവരെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. കാരണം അത്ര ഭംഗിയായിട്ട് അവരിവിടെ നിസ്കരിച്ചതും ഖിറാഅത്ത് ചെയ്തതൊക്കെ. കാരണം നമ്മളൊക്കെ പറഞ്ഞത് 9 വയസ്സിലും 10 വയസ്സിലും ചെയ്ത കാര്യങ്ങളാണ് ഇവർ 3-4 വയസ്സിൽ ചെയ്യണത്. അതിന് എന്താ പറയുക, ഹെവൻസ് ഇംഗ്ലീഷ് മീഡിയം പ്രീ സ്കൂളിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. നമ്മുടെ മക്കൾക്ക് ഇവിടെ നല്ല രീതിയിൽ പരിപാടി അവതരിപ്പിക്കാൻ കഴിയട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയപ്പെട്ട ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ അലി അക്ബർ, അക്കാദമിക് കോർഡിനേറ്റർ, അധ്യക്ഷൻ വഹിച്ച വീരാങ്കോയ, അതുപോലെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബ് സാഹിബ്, ആശംസകൾ നേർന്ന കനകൻ കുഴിക്കാട്ടിൽ വള്ളിക്കുന്ന് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, അതുപോലെ 17ാം വാർഡ് മെമ്പർ സഹീറ റഫീഖ്, മറ്റു വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുന്നിലുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ഹെവൻസ് സ്കൂളിൻ്റെ
വാർഷിക സെറിമണിയിലാണ് നമ്മൾ പങ്കാളികളാകുന്നത്. നമ്മൾക്കറിയാം, ചെറുപ്രായത്തിൽ തന്നെ വിദ്യാർത്ഥികളെ വളരെ അച്ചടക്കത്തോടുകൂടി മതഭൗതിക വിദ്യാഭ്യാസത്തിലൂന്നി അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഹെവൻസ് ഫ്രീ സ്കൂള് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 8 വർഷക്കാലമായി ഈ പ്രദേശത്ത് ഇത് പ്രവർത്തിച്ചു വരുന്നു. വളരെ ഭംഗിയായി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഞാൻ ഈ പരിപാടിക്ക് വൈകാൻ കാരണം നമ്മുടെ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ 8ഓളം ഗ്രാമസഭകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നേരം വൈകിയത് കൂടി നിങ്ങളെ അറിയിക്കുന്നത്. അതുകൊണ്ട് ക്ഷമ ചോദിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ വഹിച്ച ഈ പരിപാടി സ്വാഗതം ചെയ്ത അലി അക്ബർ സാഹിബ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് സാഹിബ്, ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട ബീരാൻകോയ സാഹിബ്, മറ്റു കനകൻ കുഴിക്കാട്ടിൽ, സഹീറ റഫീഖ്, മിസ്റ്റർ അബ്ദുൽ സലീം, എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ, നാട്ടുകാർ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് ആശംസകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ അധികം വേറെ ഒന്നും സംസാരിക്കുന്നില്ല. പ്രോഗ്രാം പരിപാടി ഉള്ളതുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.